നമസ്കാരം. ഞാൻ ഉപാസിക്കുന്ന അമ്മ മഹാമായ സർവശക്ത മഹാലക്ഷ്മിയുടെ പേരിലുള്ള ഈ പുതിയ ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഹിന്ദു വിശ്വാസ സംബന്ധമായിട്ടുള്ള വീഡിയോകൾ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇന്ന് പറയാൻ പോകുന്നത് ഉപ്പനും ചില നക്ഷത്രക്കാരുമായിട്ടുള്ള ബന്ധത്തെ പറ്റിയാണ്. അതായത് ഞാൻ ഈ പറയുന്ന നാളുകളിൽ ജനിച്ചവർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിത്യേന ഉപ്പനെ കാണാൻ സാധിക്കുന്നുണ്ട്, നിങ്ങളുടെ വീട്ടിലും പരിസരത്തും മിക്ക ദിവസങ്ങളിലും ഉപ്പനെ കാണാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ചില സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ആ സൗഭാഗ്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ നേടിയെടുക്കുന്നത്, ആ ഒളിഞ്ഞിരിക്കുന്ന സൗഭാഗ്യങ്ങളെ ജീവിതത്തിൽ സ്വന്തമാക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഈ നാളുകാരുള്ള വീട്ടിൽ ഉപ്പൻ വരുന്നത് ഒരു സാധാരണ കാര്യമായിട്ട് കണ്ടു കളയരുത്. ഹൈന്ദവ വിശ്വാസങ്ങളും പുരാണങ്ങളും പ്രമാണങ്ങളും പ്രകാരം ഒരു വീട്ടിൽ ഉപ്പൻ വരിക എന്ന് പറയുന്നത് ഒരു വലിയ ലക്ഷണമാണ്. അത് ചില സൂചനകൾ നമുക്ക് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഉപ്പൻ എന്ന് പറയുന്നത് സാധാരണ ഒരു പക്ഷിയായിട്ട് കണ്ടു കളയരുത്. നമ്മളുടെ പുരാണങ്ങളും ഹൈന്ദവ വിശ്വാസങ്ങളും പറയുന്നത് ഉപ്പൻ അല്ലെങ്കിൽ ചകോരം അല്ലെങ്കിൽ ചെമ്പോത്ത് വിജയത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും സൗഭാഗ്യങ്ങളുടെയും ലക്ഷണം അല്ലെങ്കിൽ അതിൻ്റെ ചിഹ്നം എന്നാണ് പറയുന്നത്. അതായത് ഒരു വീട്ടിൽ ഉപ്പൻ വരിക എന്ന് പറയുന്നത് തന്നെ അതൊരു ഭാഗ്യ ലക്ഷണമാണ്. പ്രത്യേകിച്ചും ഞാൻ ഈ പറയാൻ പോകുന്ന നാളുകളിൽ ജനിച്ചവരുള്ള വീട്ടിലാണ് എന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്, അത് നേടാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പം അത് നേടാൻ എന്ത് ചെയ്യണം, ഏതൊക്കെയാണ് ആ നാളുകൾ എന്നുള്ളത് ഞാനിവിടെ വിശദമായിട്ട് പറയാം. ആദ്യം തന്നെ എല്ലാ പ്രേക്ഷകരും മനസ്സിലാക്കണം, ഈ 6 നാളുകളിൽ ജനിച്ച വ്യക്തികളുള്ള വീട്ടിൽ ഉപ്പൻ ചുമ്മാതങ്ങ് വന്നു പോകില്ല എന്നുള്ളത്. ഒന്നാമത്തെ നക്ഷത്രം തിരുവാതിര, രണ്ടാമത്തെ നക്ഷത്രം പുണർദം, മൂന്നാമത്തെ നക്ഷത്രം പൂയം, നാലാമത്തെ നക്ഷത്രം ആയില്യം, അഞ്ചാമത്തെ നക്ഷത്രം മകം, ആറാമത്തെ നക്ഷത്രം പൂരം. ഈ 6 നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ നിങ്ങളുടെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഉപ്പനെ കണ്ടാൽ ഉടൻ തന്നെ ഞാൻ ഈ പറയുന്ന രീതിയിൽ ചെയ്യുക. ആ വ്യക്തിയിലൂടെ, ആ നക്ഷത്ര ജാതകനിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും വന്നു ചേരുന്നതാണ്. ചെയ്യേണ്ടത് പറയാം. അതിനു മുമ്പ് പ്രേക്ഷകരോട് ഒരു ചെറിയ ചോദ്യം. ഈ ഉപ്പൻ എന്ന് പറയുന്നത് ഓരോ നാട്ടിലും ഓരോ പേരിലാണ് അറിയപ്പെടുന്നത്. ചിലയിടത്ത് ഉപ്പൻ എന്ന് പറയും, ചകോരോ എന്ന് പറയും, ചെമ്പോത്തെന്ന് പറയും, അങ്ങനെ ഒത്തിരി പേരുകളിലാണ് അറിയപ്പെടുന്നത്. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്ത് പേരാണ് പറയുന്നത്? കാരണം ചിലർക്ക് ഇത് ഉപ്പൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലായില്ല എന്ന് വരും. അപ്പം നിങ്ങളുടെ നാട്ടിൽ ഇതിന് പറയുന്ന പേരെന്താണ് എന്നുള്ളത് വീഡിയോയുടെ താഴെ എല്ലാവരും ഒന്ന് പറയുക. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തന്നെ ഒരു വലിയ അറിവാണ്. അപ്പം ഈ ചകോരം അല്ലെങ്കിൽ ചെമ്പോത്ത് അല്ലെങ്കിൽ ഉപ്പനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ മഹാലക്ഷ്മിയുടെയും മഹാവിഷ്ണു ഭഗവാന്റെയും അനുഗ്രഹം വന്നു ചേരാൻ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഉപ്പനെ കണ്ടു കഴിഞ്ഞാൽ തൊട്ടടുത്ത നിമിഷം തന്നെ നിങ്ങളുടെ വീട്ടിൽ ആ നാളുകാരുണ്ടെങ്കിൽ, നിങ്ങൾ ആ നാളുകാരാവണമെന്ന് നിർബന്ധമില്ല, ആ നാളിൽ ജനിച്ചവർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ തന്നെ 2 കൈയും എടുത്ത് തൊഴുത് ഓം നമോ നാരായണായ എന്ന് 3 തവണ ചൊല്ലുക. അതുപോലെ തന്നെ ഓം മഹാലക്ഷ്മിയെ നമ എന്ന് 3 തവണ ചൊല്ലുക. എങ്ങനെയാണ്? ഉപ്പനെ കാണുകയാണ്. ഇപ്പം നിങ്ങൾ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഉപ്പനെ കാണുകയാണ്. ഞാൻ പറഞ്ഞ 6 നാളുകാർ, തിരുവാതിര, പുണർദം, പൂയം, ആയില്യം, മകം, പൂരം, ഈ നാളുകാർ നിങ്ങളുടെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെയാണ് അത് എന്നുണ്ടെങ്കിൽ 2 കൈയും എടുത്ത് കൈ കൂപ്പിക്കൊണ്ട് ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ, ഓം മഹാലക്ഷ്മിയെ നമ, ഓം മഹാലക്ഷ്മിയെ നമ, ഓം മഹാലക്ഷ്മിയെ നമ എന്ന് പ്രാർത്ഥിക്കുക. ഇങ്ങനെ ചെയ്യുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ വലിയ സൗഭാഗ്യങ്ങൾ വന്നു ചേരും എന്നുള്ളതാണ് നമ്മളുടെ പുരാണങ്ങളും വിശ്വാസങ്ങളും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്, നമ്മളുടെ ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് എന്നുള്ളത്. അതുപോലെ അപൂർവമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. സന്ധ്യയ്ക്ക് വിളക്ക് വെക്കുന്ന നേരത്ത് ഉപ്പൻ വരിക എന്ന് പറയുന്നത്. അത് ഈ നക്ഷത്രക്കാരുണ്ടാവണമെന്ന് നിർബന്ധമില്ല. സന്ധ്യയ്ക്ക് വീട്ടിൽ വിളക്ക് വെക്കുന്ന സമയത്ത് നിങ്ങൾ ഇത്തരത്തിൽ ഉപ്പനെ കാണുകയാണ്. നിങ്ങൾ വിളക്ക് വെച്ചിട്ട് തിരിഞ്ഞു വരുന്ന സമയത്തോ അല്ലെ വിളക്ക് വെക്കാൻ വിളക്ക് ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തോ ഒക്കെ വീട്ടുമുറ്റത്തോ പറമ്പിലോ തൊടിയിലോ ഇപ്പോൾ ഉപ്പനെ കാണണമെന്നില്ല, ഉപ്പൻ്റെ ശബ്ദം പോലും കേട്ടാൽ മതി എന്നാണ് പറയുന്നത്. അങ്ങനെ സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളെ തേടി മഹാസൗഭാഗ്യം വരുന്നെന്നുള്ളതാണ്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ കൈയെടുത്ത് തൊഴുത് ഓം നമോ നാരായണായ, ഓം മഹാലക്ഷ്മിയെ നമ ചൊല്ലിയിട്ട്
വരുന്ന ആഴ്ച ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നിങ്ങളുടെ വീട്ടിനടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത അർച്ചന നടത്തുക. അതായത് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തുക. നിങ്ങളിലേക്ക് സൗഭാഗ്യം വന്നു ചേരാനും നിങ്ങളിലേക്ക് ആ സൗഭാഗ്യത്തിന് തടസ്സമായിട്ട് നിൽക്കുന്ന എല്ലാ വിഘ്നങ്ങളും ഉടച്ച് അതില്ലാതാക്കിക്കൊണ്ട് ആ സൗഭാഗ്യം നിങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്താനുമാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. കൈയെടുത്ത് തൊഴുതുകൊണ്ട് നാരായണ മന്ത്രവും മഹാലക്ഷ്മി മന്ത്രവും ജപിക്കുക. പിറ്റേ ആഴ്ചയ്ക്കുള്ളിൽ, അതായത് ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങളുടെ വീട്ടിനടുത്തുള്ള ഏതെങ്കിലും വൈഷ്ണവാദി ക്ഷേത്രം, അത് മഹാവിഷ്ണു അമ്പലം തന്നെ ആവണമെന്നില്ല, ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമോ മറ്റ് ഈ അവതാര ദേവന്മാരുടെ ക്ഷേത്രങ്ങളിലോ പോയിട്ട് അവിടെ പോയി തൊഴുത് ഭഗവാനെ കണ്ട് ഒരു ഭാഗ്യസൂക്തം കൂടെ കഴിപ്പിക്കുക. നിങ്ങളുടെ വീട്ടിൽ എല്ലാ സൗഭാഗ്യവും വരും. വലിയ സന്തോഷ വാർത്തകൾ തേടി വരും. നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. ഉദ്ദിഷ്ട കാര്യസിദ്ധി ഉണ്ടാകും. ഏത് കാര്യം മനസ്സിൽ ആഗ്രഹിച്ച് ഭഗവാനോട് പ്രാർത്ഥിച്ച് നിങ്ങളിങ്ങനെ ചെയ്താലും അതൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഇതെല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ല കേട്ടോ. നിങ്ങൾ ഒബ്സർവ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഉപ്പനെന്ന് പറയുന്ന പക്ഷി എല്ലാ വീട്ടിലും വരുന്നതോ എല്ലാ വീട്ടിലും എല്ലാ സമയം കാണാൻ സാധിക്കുന്നതോ അല്ല. ചില വീടുകളിൽ മാത്രമേ വരുള്ളൂ, എല്ലാ വീടുകളിലും വരില്ല. ആ വരുന്ന വീടുകൾക്ക് ഐശ്വര്യമാണ് എന്നുള്ളതാണ്. ഒരിടത്തിലൊരു 10 വീടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ 10 വീട്ടിൽ ഈ ഉപ്പൻ ചെല്ലണമെന്നില്ല. ഇത് ചെല്ലുന്ന വീട് എന്ന് പറയുന്നത് അതിന് അർഹതയുള്ള വീടാണ്, ഈശ്വരാധീനമുള്ള വ്യക്തികൾ താമസിക്കുന്ന വീടാണ്. നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ അങ്ങനെ സ്ഥിരമായിട്ട് ഉപ്പനെ കാണാറുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഉപ്പനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. തീർച്ചയായിട്ടും മഹാഭാഗ്യമാണ്. അപ്പം കൈയെടുത്ത് തൊഴുത് ഇത്തരത്തിൽ ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ ഉപ്പൻ നൽകുന്ന ഒരു ദോഷ സൂചനയും ഞാനിവിടെ പറഞ്ഞു തരാം. ഇത് വളരെ അപൂർവമായിട്ട് കാണാറുണ്ട്. ഇത് കാണുകയാണ് എന്നുണ്ടെങ്കിൽ ഗുണമല്ല, ദോഷമാണ് ഫലം എന്നുള്ളതാണ്. എന്താണ് ആ ലക്ഷണം, ദോഷലക്ഷണം? ഉപ്പൻ ചത്ത് കിടക്കുന്നത് കാണുക. നിങ്ങളുടെ പറമ്പിലോ തൊടിയിലോ വീട്ടു പരിസരത്തോ മുറ്റത്തോ, പ്രത്യേകിച്ച് മുറ്റത്തൊക്കെയാണേ മഹാദോഷമാണ്. അങ്ങനെ ഉപ്പൻ ചത്ത് കിടക്കുന്നത് നിങ്ങളുടെ പറമ്പിലോ തൊടിയിലോ വീട്ടുപറമ്പിലോ കണ്ടു കഴിഞ്ഞാൽ അത് ആപത്തിൻ്റെ ലക്ഷണമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിനടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോവുക. ശിവന് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി എത്രയും വേഗം വീട്ടിലെ അംഗങ്ങളുടെ എല്ലാം പേരും നാളും പറഞ്ഞു കൊടുത്ത് നടത്തുക എന്നുള്ളതാണ്. വളരെ അശുഭമായിട്ടുള്ള ഒരു ലക്ഷണമാണ്. ഈ ഉപ്പൻ ചത്ത് കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ സാധാരണയായിട്ട് കാണുന്ന ഒരു ലക്ഷണമല്ല. അത്രയും വലിയ ദോഷമാണെങ്കിൽ മാത്രമേ ഈ ഒരു ലക്ഷണം കാണുകയുള്ളൂ. അപ്പം അതിനുള്ള മോചനമാണ് ഞാൻ പറഞ്ഞത്. ശിവനാണ്, പ്രപഞ്ചനാഥനാണ്, സകല സൃഷ്ടികർത്താക്കളുടെ, അതായത് സകല ജീവജാലങ്ങളുടെയും നാഥനാണ്. അപ്പം ശിവഭഗവാനെ പോയി കണ്ട് പ്രാർത്ഥിച്ച് വീട്ടിലുള്ള അംഗങ്ങളുടെ എല്ലാം പേരും നാളും പറഞ്ഞു കൊടുത്ത് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിപ്പിച്ചേക്കുക. എല്ലാം മംഗളമായി തീരും. എല്ലാ ദോഷങ്ങളും നീങ്ങും. അത് പെട്ടെന്ന് ചെയ്യുക. ചെയ്താൽ ഏറ്റവും നല്ല. പിറ്റേ ദിവസം തന്നെ കണ്ടത് പിറ്റേ ദിവസമോ അന്നത്തെ ദിവസം വൈകുന്നേരമോ ചെയ്യാമെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പം അതാണൊരു ദോഷലക്ഷണം എന്ന് പറയുന്നത്. ഇനി ഉപ്പനെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് മനസ്സിൽ വിചാരിക്കുക. നമ്മളുടെ ഹിന്ദു വിശ്വാസങ്ങൾ പ്രകാരം ഉപ്പൻ ഒരു നിസ്സാര പക്ഷിയല്ല. ഉപ്പന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. എല്ലാം മനസ്സിലാക്കി മുന്നേറുക. ഇത് പറഞ്ഞുകൊണ്ട് അധ്യായം അവസാനിപ്പിക്കുന്നു. നന്നായി വരട്ടെ. എല്ലാ സപ്പോർട്ടിനും നന്ദി. നമസ്കാരം.